യാഗപീഠത്തിൻ്റെ 12 കല്ലുകൾ, ദ 12 സ്റ്റോൺസ് ഓഫ് ദി ഓൾട്ടർ. കഴിഞ്ഞ ദിവസം യാഗപീഠത്തിൻ്റെ 12 കല്ലുകളിൽ 4 കല്ലുകളെക്കുറിച്ച് പറഞ്ഞു. ഉൽപ്പത്തി 29 അധ്യായത്തിലാണ് നമ്മൾ തുടങ്ങിയത്. 29-ൻ്റെ 31 തൊട്ട് 35 വരെയുള്ളത്. 30 അധ്യായം ആയപ്പോഴത്തേക്ക് അടുത്ത പടിയിലോട്ട് കയറുകയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കിയത് യാഗപീഠത്തിൻ്റെ ഓരോ കല്ലുകൾക്കും 12 കല്ലുകൾക്കും 12 കല്ലിനും പ്രത്യേകം അർത്ഥമുണ്ട്. 4 കല്ലുകൾ 4 പേരെ റെപ്രസെൻ്റ് ചെയ്യാണ്. യാക്കോബിന് ലെയയിലുണ്ടായ മക്കളാണ് 4 മക്കൾ. റാഹേലിൻ്റെ ഗർഭം അടച്ചിരിക്കുന്നു. കാരണം യാക്കോബിന് റാഹേലിനോടാണ് കൂടുതൽ സ്നേഹമുണ്ടായിരുന്നത്. അതിനാൽ ലെയയുടെ ഗർഭപാത്രം തുറന്ന് ദൈവം 4 മക്കളെ കൊടുത്തതാണ്. 1 റൂബേൻ, 2 ശിമയോൻ, 3 ലേവ്യൻ, 4-മത്തേത് യഹൂദ. അപ്പോൾ 1 ദൈവം കണ്ടു, 2 ദൈവം എൻ്റെ കഷ്ടത കേട്ടു, 3 എൻ്റെ ഭർത്താവ് ഇപ്പോൾ എന്നെ സ്നേഹിക്കും, 4 ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജോലി ഒരു ഭവനം ഉണ്ടാക്കുക. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വലിയൊരു പ്ലാന് ഭവനം ഉണ്ടാക്കുക. ദൈവം ഒരു ഭവനമാണ്, നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകം മുഴുവൻ വായിച്ചു നോക്കുമ്പം ഒരു കുടുംബത്തെക്കുറിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പിതാപുത്ര പരിശുദ്ധാത്മാ തൃത്വം അവരൊന്നാണ്. അവർക്ക് 3 പേരെങ്ങനെ ഒരുപോലെ ഒരു ത്രികോണം പോലുന്ന ഒരുപോലെ ഐക്യത്തിൽ എങ്ങനെ അവർ ഒരുപോലെ പ്രവർത്തിക്കുന്നു. അതുതന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാരും മക്കളും ദൈവം ആഗ്രഹിക്കുന്നത്. ഈ കുടുംബങ്ങളിൽ ഒരപ്പന് 12 മക്കളുണ്ടെങ്കിൽ 12 കല്ലുകൾ ഒന്നിച്ച് നിന്നാൽ എന്തെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ദൈവനാമത്തിൽ ഒരിക്കലും ഇവർ ചേരത്തില്ല. കാരണം പാപത്തിനടിമയായതിനാൽ ഞാൻ അതുകൊണ്ടാണ് കയീനും ഹാബേലും പോലും നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന് യാഗമായിട്ട് ഹാബേൽ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നു, കയീന് പച്ചക്കറികൾ കൊണ്ട് കൊടുത്തു, കൃഷിഫലങ്ങൾ. ദൈവം ഹാബേലിൽ പ്രീതിയുണ്ട്, അപ്പം കയീന് ജലസി. ഞാൻ പറയുന്നുണ്ട് പോയിന്റ്, ആത്മീക ഗോളത്തിലെ ജലസി അതൊരു വലിയ ശാപമാണ്. അതുതന്നെയാണ് ലൂസിഫറിൻ്റേത്. ലൂസിഫറിൻ്റെ ആദ്യത്തെ ഭാവം ആത്മീക ജലസി തന്നെയാണ്. ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയും സ്തുതിപ്പും കണ്ടപ്പോൾ ലൂസിഫർ വിചാരിച്ചു എനിക്കും ഇത് വേണം, അതുകൊണ്ട് ഞാൻ ദൈവത്തെ പോലെ ദൈവത്തിൻ്റെ കൂടെ ഉത്തരഗിരി കയറിയിരിക്കും, ഞാൻ ദൈവമാകും. അത് ചിന്തിച്ചപ്പോഴേ ദൈവം അറിഞ്ഞു, ദൈവം അവനെ വെട്ടേറ്റ് നിലംപരിച്ച് ഭൂമിക്ക് ഇടുക ചെയ്തു. അപ്പോൾ ആദിയിൽ തന്നെ ദൈവത്തെ പോലെ ആണെന്ന് ചിന്തിച്ചപ്പോഴേ അവനെ താഴെ ഇട്ടു. ടൈം എപ്പോഴാന്ന് ചോദിച്ചാൽ സൃഷ്ടി ഉണ്ടാക്കിയപ്പോഴേ, ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പാണ് ദൈവദൂതന്മാരെ സൃഷ്ടിച്ചത്. അപ്പം ദൈവത്തിന് ആരാധന കൊടുക്കുന്നവന് ആത്മീയ ജലസിയാണ്. ആത്മീയ ജലസി അറിഞ്ഞോ അറിയാതെ എല്ലാ വിശുദ്ധന്മാരിലും കയറി വരുന്നുണ്ട്. കോൺഷ്യസ് ആയിട്ട് അതിനെ അടിച്ചു മാറ്റണം. അതുകൊണ്ടാണ് യാഗപീഠം പണിയാൻ നിർബന്ധം ഞാൻ പറയുന്നത്. 4 പേരുടെ കൊണ്ട് വെച്ചിട്ട് അഴിഞ്ഞു കിടക്കുന്നതല്ല, ചതിരിക്കിടക്കുന്നതിനെല്ലാം എലിയാ പ്രവാചകനും യോശുവായും ഒക്കെ ഒന്നിച്ച് കൊണ്ടുവെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവരൊന്നിച്ചാണ്. ദൈവം കാണുന്നത് ഒന്നായിട്ടാണ്, ഒരപ്പൻ്റെ അമ്മ. ദൈവം നമ്മളെല്ലാം തൻ്റെ സൃഷ്ടിയുടെ ഒരു കുടുംബത്തിൻ്റെ അംഗമാണ്. ദൈവം ഒരു ഭവനം സൃഷ്ടിക്കുന്നവനാണ്. നമുക്ക് അടുത്ത അധ്യായത്തിലോട്ട് കയറും. 30-നകത്ത് ഉൽപ്പത്തി 30 പിന്നെ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ. അപ്പോൾ റാഹേലിന് മക്കളില്ല. ഇപ്പം ലേയ്ക്ക് 4 മക്കളായി. റാഹേലിനെയാണ് യാക്കോബ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, പക്ഷെ മക്കളില്ല. ഗർഭം അടച്ചത് ദൈവം. അതുകൊണ്ട് ഇവൾക്ക് കുശുമ്പുണ്ടായി. സഹോദരിയോട് അസൂയപ്പെട്ടിട്ട് യാക്കോബിനുണ്ട്, എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. കണ്ട, ഇതുതന്നെയാണ് നമുക്ക് ഈ ഭർത്താവിന് ഒരു പരിമിതി, ഇതെല്ലാവരും മനസ്സിലാക്കണം. ഭർത്താവിന് ഒരു പരിമിതിയുണ്ട് എല്ലാ കാര്യത്തിലും. ഒരു പുരുഷൻ എൻ്റെ എല്ലാ കാര്യവും ഞാൻ വിചാരിക്കുന്നത് പോലെ ചെയ്തു തന്നില്ലെങ്കിൽ എനിക്ക് വേണ്ട ഡിവോഴ്സ്, എന്നാൽ പിന്നെ എനിക്കുള്ളത്. അങ്ങനെയാണ് ചില സ്ത്രീകൾ വിവാഹം കഴിച്ചിട്ട് 4-5 വർഷം കഴിയുമ്പോൾ ഇട്ടേച്ച് പോയിട്ട് കുറേ കൂടെ പണമുള്ളവർ. കാരണം പണമാണ് അവർക്ക് ആവശ്യം. അന്നേരം പഴയപോലെ സാക്രിഫൈസ് ചെയ്ത് എൻ്റെ മക്കളെ ദൈവത്തിന് വേണ്ടി നിർത്തണം എന്നുള്ള ചിന്തയുള്ളവരില്ലാതായി മാറിയിരിക്കുന്നു. ഇതൊക്കെ ഈ സത്യങ്ങൾ വിളിച്ചു പറയാനും ആളുകളില്ല. നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴേ, സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ നിൽക്കേണ്ടടുത്ത് നിൽക്കുമ്പോഴല്ലേ. അതായത് രാജാവിൻ്റെ കിരീടത്തിൻ്റെ മേളിൽ വജ്രം വെക്കേണ്ടത് കൊണ്ടുപോയി വേണ്ടാത്ത സ്ഥലത്തിട്ട് അതിന് വിലയുണ്ടോ? ഇല്ല. അതുപോലെയാണ് സ്ത്രീകൾ മനസ്സിലാക്കണം നമ്മൾ എവിടെയാണ് ഇരിക്കേണ്ടതെന്ന്. ആ കിരീടത്തിൻ്റെ വജ്രങ്ങളായിട്ട് നമ്മൾ ഇരിക്കുമ്പം വീട്ടിനകത്ത് വിളങ്ങുന്ന രാജ്ഞിമാരാകുമ്പോൾ, മുന്തിരി വള്ളി വീട്ടിനകത്ത് മുന്തിരിയുടെ വേര് നിൽക്കുമ്പോൾ, മുന്തിരിയുടെ ശാഖയായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അവിടെ വിലയുണ്ട്. അല്ലെങ്കിൽ എന്ത് വിലയാണ്? വലിയ ഫാഷൻ കാണിച്ചിട്ട് നഗ്നത കാണിക്കുന്നത് സ്റ്റൈലെന്ന് പറയുന്ന ഒരു ലോകം.
നമ്മളെ തന്നെ ആവരണം ചെയ്ത് മൂടി, കർത്താവ് പോലും ദൈവം തമ്പുരാൻ പോലും വസ്ത്രം ധരിച്ച് നമ്മളെ മൂടിപ്പൊതച്ച കൊണ്ട് നടക്കുന്നത്, ശത്രു കാണാതിരിക്കാൻ. നമ്മളെല്ലാം മറന്നിട്ട് നഗ്നത കാണിക്കുന്ന ഒരു ജനം. ഇവിടെ അസൂയ വന്നു ഇവൾക്ക്. അസൂയ വന്നിട്ട് എന്ത് ചെയ്തു? ഇവളൊരു പ്ലാൻ ചെയ്യുകയാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെയുള്ള വെപ്പാട്ടി ഞാൻ കൊടുത്തേക്കാം, അല്ലെങ്കിൽ എന്നിട്ട് പറയാണ്. അപ്പം ദൈവത്തോട് ഇവള് ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നു. ആര്? റാഖേൽ ആത്മാവിൽ ദൈവത്തോട് ചേർന്നിട്ടില്ലെന്ന് ഓർക്കണം. അപ്പോൾ പറയുകയാണ്, ഇപ്പം ഞാൻ മരിച്ചു പോകും, എനിക്ക് മക്കളെ വേണം. അപ്പോൾ യാക്കോബിന് റാഖേലിനോട് കോപം ജ്വലിച്ചു. നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തോ ഞാനെന്ന് പറഞ്ഞു. അതിനവൾ, എൻ്റെ ദാസി ബിൽഹ ഉണ്ടല്ലോ. ഉടനെ അവൾ പ്ലാനും കൊണ്ടാണ് വരുന്നത്. എപ്പോഴും പിശാചൊരു ദുരാത്മാലോചന കൊണ്ടുവരും. അത് സ്ത്രീകളാണ് കൊണ്ടു കൊടുക്കുന്നത്. നമുക്കൊരു വ്യത്യാസം ദൈവമേ ഇട്ട് തന്നേ കൊള്ളായിരുന്നു. എന്നിട്ട് എന്ത് പറയുന്നു? അതിനവൾ, എൻ്റെ ദാസി ബിൽഹ ഉണ്ടല്ലോ, അവളുടെ അടുക്ക ചെല്ല്, അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ, അവളാൽ എനിക്കും മക്കളുണ്ടാകും. അങ്ങനെ അവൾ തൻ്റെ ദാസി ബിൽഹയെ അവന് ഭാര്യയായി കൊടുത്തു. സത്യം പറഞ്ഞ യാക്കോബിനോട് സങ്കടം. എത്രയോ പേര് യാക്കോബ് എന്നുള്ള പേരുള്ളവരുണ്ട്, എല്ലാം യാക്കോബുകളാണ്. ഭാര്യ പറഞ്ഞതുപോലെ ഒരക്ഷരവും പറഞ്ഞില്ല. അബ്രഹാം ഇത് തന്നെ സാറാ പറഞ്ഞത് ആദ്യം കേട്ടു, പിന്നെ മനസ്സിലായത് ശരിയല്ലെന്ന്. അങ്ങനെ അവൾ, അതുകൊണ്ട് ഭാര്യ പറഞ്ഞ് കേൾക്കണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആത്മാവിലാണെങ്കിൽ കേൾക്കണം, അല്ലെങ്കിൽ അതിന് സാവകാശത്തിൽ തീരുമാനം എടുക്കാവേ. അങ്ങനെ അവൾ തൻ്റെ ദാസി ബിൽഹയെ അവന് ഭാര്യയായി കൊടുത്തു. യാക്കോബുടെ അടുക്കൽ ചെന്ന് ബിൽഹ ഗർഭം ധരിച്ച് യാക്കോബിനൊരു മകനെ പ്രസവിച്ചു. അപ്പോൾ റാഹേൽ, ദൈവം എനിക്ക് ന്യായം നടത്തി എന്ന് എന്നിട്ട് പറഞ്ഞിട്ട് എന്ത് പേര്? ദാൻ എന്നുള്ളതിൻ്റെ അർത്ഥം എനിക്ക് ദൈവം, അതായത് റാഖേൽ ബിൽഹയെ കൊണ്ട് കൊടുത്തിട്ട് ഒരു കുഞ്ഞിന് മകനുണ്ടായപ്പോൾ ദൈവം എനിക്ക്, അതായത് വാശിയുടെ പുറത്താണ് ഇത്, എനിക്ക് ന്യായം ദൈവം തന്നിരിക്കുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവനെ ദാൻ എന്ന് പേരിട്ടു. റാഖേലിൻ്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭധരിച്ച് യാക്കോബിൻ്റെ രണ്ടാമത്തെ മകനെ ഞാൻ എൻ്റെ സഹോദരിയോട് വലിയൊരു പോരുപൊരുത് ജയിച്ചിരിക്കുന്നു എന്ന് റാഖേൽ പറഞ്ഞു. നഫ്താലി എന്ന് പോര് ചെയ്ത് ജയിച്ചിരിക്കുന്നതിനാൽ, ഞാൻ പൊരുതി ജയിച്ചു, പോർ ചെയ്ത് ജയിച്ചതിനാൽ ഇവന് നഫ്താലി എന്ന് പേരിട്ടു. ഈ രണ്ടെണ്ണത്തിന്, അതായത് യാക്കോബിൽ ബിൽഹയിൽ, അത് ആരുടെ പ്ലാനാണ്? റാഖേലിൻ്റെ. എപ്പോഴും നമ്മൾ ഓർക്കണേ, നമ്മുടെയൊക്കെ ഈ സെക്കൻഡ് പ്ലാനുകളുണ്ടല്ലോ, നമ്മൾ ദൈവത്തിന് വിപരീതം, നമുക്കൊരു പ്ലാനുണ്ട്, അത് ശരിയായിട്ട് നടന്നില്ല, നമ്മൾ ദൈവത്തിന് വിപരീതമായ പ്ലാനുകൾ പലപ്പോഴും ചെയ്യും. ഒരിക്കലും ധൃതി പിടിച്ചൊരു തീരുമാനം എടുക്കാൻ നമ്മൾ തയ്യാറാകരുത്. ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയത്തിനും നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് ചെയ്യാമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഒത്തിരി വേണ്ടാത്തതായിട്ടുള്ള മണ്ടത്തരങ്ങളിൽ നിന്ന് മാറാം. പിന്നെ എങ്ങനെയാണെങ്കിലും എങ്ങനെയൊക്കെ ചെയ്താലും ചിലപ്പം കഷ്ടങ്ങൾ വരുന്നത് ഞാൻ കാണുന്നുണ്ട്. നമ്മൾ ദൈവത്തോട് തന്നെ ചോദിച്ചിട്ട് ചെയ്താലും ഈ ലോകത്തിലെല്ലാം പെർഫെക്റ്റ് അല്ലാത്തതിനാൽ പ്രശ്നം വരും. ആ സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ, ഈ പ്രശ്നത്തിലും ഓൾ തിങ്സ് വർക്ക് ഫോർ ദ ഗുഡ്, ഈ പ്രശ്നത്തിലും എനിക്കെല്ലാം നന്മയാക്കി മാറ്റിത്തരുന്ന ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ കർത്താവ് തിരിച്ചു കൊണ്ടുവരും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഇങ്ങനെ ഇപ്പോൾ 6 പേരായി, 4ഉം 2ഉം 6 പേര്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? തനിക്ക് പ്രസവം നിന്നുപോയി എന്ന് ലയ കണ്ടാറ് അപ്പം ലയയ്ക്ക് കുശുമ്പ് തോന്നി. അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ കുശുമ്പ. അവൾ ആരെ കൊണ്ട്? അവളുടെ വെപ്പാട്ടിയല്ലേ ശില്പായ യാക്കോബിന് കൊടുത്തു. അപ്പോൾ ഭാഗ്യമെന്ന് പറഞ്ഞ് അങ്ങനെ ലേയുടെ ദാസി ശില്പ യാക്കോബിനൊരു മകനെ പ്രസവിച്ചു. അപ്പോൾ ലയ ഭാഗ്യമെന്ന് പറഞ്ഞതിന് ഗാദ് എന്ന് പേരിട്ടു. ഗാദിൻ്റെ അർത്ഥം ഭാഗ്യം. പിന്നെ അതിൻ്റെ ശില്പായിലൊരു മകനുണ്ടായി, അതിന് ഭാഗ്യവതി. അപ്പോൾ ഈ ഭാഗ്യവും ഭാഗ്യവതിയും ഇപ്പോൾ ഉണ്ടായി. സ്വന്തം ഭാര്യയല്ലേ, രണ്ടാമത്തെ ഭാര്യ ലയ, ഇപ്പം ലയ തന്നെ കൊണ്ടു കൊടുത്ത്. അപ്പോൾ ഈ സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറഞ്ഞുകൊണ്ട് അവന് ആശേർ എന്ന് പേരിട്ടു. അപ്പം ഗാദ് പിന്നെ അശേർ, സ്ത്രീകൾ തന്നെ ഭാഗ്യവതി എന്ന് പറഞ്ഞ് ലയ അവന് അശേർന്ന്. അത് കഴിയുമ്പോഴത്തേക്ക് ഗോതമ്പ് കൃഷിയുടെ കാലത്ത് രൂപേൻ പോയിട്ട് കുറച്ച് ദൂതായിപ്പഴം കൊണ്ടുവരുന്നു. അപ്പോൾ ദൂതായിപ്പഴം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ തമ്മിൽ വഴക്കാണ്. അത് ലയയുടെ മകനാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ രൂപേനോട് പറഞ്ഞു, എനിക്ക് നീ ഫലം തരുമെന്ന് ചോദിച്ചപ്പോൾ ഈ റാഖേലിനോട് ലയ ചോദിക്കുന്നു, എന്നാ നീ എൻ്റെ ഭർത്താവിനെ എടുത്തത് പോരാ, പിന്നെ എൻ്റെ മകനെ കൂടെയാണ്. എന്തൊരു വഴക്കല്ലേ, വീട്ടിനകത്തെ വഴക്ക്. ഇത് തന്നെയല്ലേ എല്ലാ ഭവനങ്ങളിലും ഉള്ളത്. എൻ്റെ മകൻ്റെ ദൂതായിപ്പഴം കൂടെ വേണമോ എന്ന് ചോദിച്ചു വഴക്കായി. അങ്ങനെ അവർ തമ്മിൽ തീരുമാനിച്ചിട്ട് അന്ന് ഈ ദൂതായിപ്പഴം എനിക്ക് യാക്കോബ് നിൻ്റെ കൂടെ കിടക്കട്ടെ. എന്തെല്ലാം ആലോചനകളാണ് വീട്ടിനകത്ത്. അങ്ങനെ യാക്കോബ് വരുമ്പോൾ ലയ പറഞ്ഞു, നീ എൻ്റെ കൂടെ കിടക്കുന്നതെന്ന്. ശരി, യാക്കോബ് അവിടെയും കൊട്ടുമെന്നും പറഞ്ഞില്ലേ. ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുന്ന മനുഷ്യനെ ഇവർ ലയ കൊണ്ടുപോയി പിടിച്ചുകൊണ്ട് പോയി അവിടെ വീണ്ടും അവളുടെ ഗർഭം തുറക്കുന്നു, അവൾക്ക് മക്കളെ കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നീ എൻ്റെ അടുക്കൽ വരണം. അങ്ങനെ ആദ്യത്തെ ദിവസം അന്ന് രാത്രി അവളോട് ചോദിച്ചു. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവൾക്ക് ഗർഭം കൊടുത്തവന് എൻ്റെ ദാസിയെ എൻ്റെ ഭർത്താവിന് കൊടുത്തുകൊണ്ട് ദൈവം എനിക്ക് കൂലിയായിട്ട് തന്നു, ഇസ്സഖാർ എന്ന് പേരിട്ടു. അപ്പം ദൈവം എൻ്റെ കൂലിയായിട്ട് ഇസ്സഖാർ, അതായത് എനിക്ക് പ്രതിഫലം തന്നു എന്ന് പറഞ്ഞിട്ട് ഇവളെപ്പോഴും കൂടുതൽ ദൈവത്തെയാണ് ആശ്രയിക്കുന്നത്.
അതിനെ ഇസ്സാഖാർ. യാക്കോബിന് 6ാമതൊരു മകനെ പ്രസവിച്ചു. ലയ വീണ്ടും പ്രസവിക്കുന്നു. ദൈവം എനിക്ക് നല്ല ദാനം തന്നു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് വസിക്കും എന്ന് പറഞ്ഞ് 6 മക്കളെ പ്രസവിച്ചു വന്ന് സെബുലൂൻ. അപ്പം എൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹം ഇപ്പോൾ എൻ്റെ കൂടെ ആയിട്ടുണ്ട് എന്നും പറഞ്ഞ് 6ാമത്തേന് സെബുലൂൻ. അപ്പം എത്ര മക്കളായി? ഇപ്പം ഏകദേശം 8 പേരായിട്ടുണ്ട്. 8, 9, 10. ഇപ്പോൾ 10 പേരായി. അതായത് ലയയിൽ 2 പിള്ളേർ വീണ്ടും ഉണ്ടായത്. ഒന്ന് ദൈവം എനിക്ക് കൂലി തന്നെന്ന് പറഞ്ഞ് ഇസ്സാഖാർ, ദൈവം എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എന്നെ വസിക്കുമാറാക്കുന്ന സെബുലൂൻ എന്ന് പേര്. ഈ കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം തന്നെ റാഹേലിൻ്റെ ഗർഭത്തെ തുറന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവൾക്കൊരു മകനെ കൊടുക്കുന്നു. ദൈവം എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞ് യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്ന് പറഞ്ഞ ജോസഫ്. നിന്ന മാറ്റിക്കളഞ്ഞെന്നും പറഞ്ഞ് എനിക്ക് ഇനിയൊരു മകനെ തരുമെന്നും പറഞ്ഞ് ജോസഫ് എന്ന് പേരിട്ടു. 11 കല്ലുകൾ. 11 കല്ലിനും 11 അർത്ഥങ്ങളുണ്ട്. ദൈവം നീതിയായിട്ടെല്ലാം ചെയ്യുന്നവനാണ്. ഈ 11 കല്ലും ചിതറിക്കിടക്കുകയാണ്. 12ാമത്തെ കല്ല്, ഇത് ഇപ്പോഴാണ് ഈ പഴയ നിയമത്തിൽ ഇവിടെ എഴുതി വെച്ച് 12ാമത്തെ കല്ലാണ് ബെന്യാമിൻ. ദ സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ്. എൻ്റെ വലതു കൈയാണ് എൻ്റെ മകൻ, അത് ബെന്യാമിൻ. നമ്മൾ നോക്കുന്ന ബെന്യാമിന് 5 ഇരട്ടിയായിട്ട് യോസഫിന് വീതം കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പനെ ഏറ്റവും ഇഷ്ടമുള്ള മകനായിരുന്നു ജോസഫും ബെന്യാമീനും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 12 കല്ലും കൂടെ ഒന്നിച്ച് വെക്കുമ്പോൾ ഒരു യാഗപീഠം പണിയുകയാണ് പഴയ നിയമത്തിൽ ചെയ്തത്. ചിതറിക്കിടക്കുന്നതിനെല്ലാം ഇന്ന് ദൈവം തിരിച്ചു കൊണ്ടുവരിക. ഭർത്താവ് പോയ മക്കളെ തിരിച്ചു വരാൻ വേണ്ടി തന്നെയാണ് പുത്രൻ തമ്പുരാൻ ഭൂമിയിൽ വന്നത്. നമുക്കിപ്പം 12 ഗോത്രങ്ങൾ വെച്ച് യാഗപീഠം പണിയേണ്ട ആവശ്യമില്ല. കാരണം ക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അവരെ എല്ലാവരെയും കൂടെ, അതായത് മാനവരാശിയെ മുഴുവൻ ഉൾക്കൊള്ളാൻ തക്കവണ്ണം ദൈവം തൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ തന്നതാണ് ക്രൂശിന്മേൽ കയറിയത്. ആ യാഗപീഠത്തിന്മേൽ അതിനുപരിയായിട്ട് ഒരു യാഗപീഠവും ഒരു യാഗവസ്തു. അവൻ തന്നെ യാഗപീഠവും യാഗവസ്തുവുമായി മാറി. അവൻ തൻ്റെ രക്തം നമുക്ക് ചൊരിഞ്ഞ് നമ്മുടെ പാപത്തിൽ നിന്നും രക്ഷിച്ച് നിത്യജീവൻ തന്ന യേശുവിൽ ആശ്രയിക്കുക. ആ മേലായ നാമത്തിൻ്റെ മുൻപിൽ ഒരു ശക്തിക്കും സ്ഥാനമില്ല. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിനുള്ള സകല ശക്തികളും യേശു ക്രിസ്തു രക്ഷിതാവെന്ന് വിളിച്ചു പറയുന്ന നാമം വരും. സകല മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടക്കട്ടെ. കർത്താവ് തൻ്റെ രാജദണ്ണ് നമുക്ക് അനുകൂലമാക്കി നീട്ടിത്തന്നിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, 12 മക്കൾക്ക്, 12 കല്ലുകൾക്ക് 12 മക്കൾക്കും ഓരോ പേരുണ്ടെന്നും എൻ്റെ ദൈവം എന്നെ കണ്ടു എന്നും കേട്ടു എന്നും എൻ്റെ വേദനയ്ക്ക് ഉത്തരം തന്നു ഞാൻ പോർ ചെരുതി ജയിച്ചു എന്നും ഞാൻ ഭാഗ്യമെന്നും ഭാഗ്യവതിയെന്നും എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു. അതുപോലെ കർത്താവേ, ഞാൻ എൻ്റെ നിന്ന മാറ്റിത്തന്ന് എനിക്ക് ജയം തന്നിരിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥമുള്ള ഓരോ കല്ലുകളും പെറുക്കി കൂട്ടിവെച്ചിട്ട് യാഗപീഠം പണിത് കഴിയുമ്പോൾ അതിനെതിരായിട്ട് ഒരു ശത്രു നിന്നിട്ടില്ല. പഴയ നിയമത്തിൽ പലപ്പോഴും അവർ ചിതറിപ്പോയപ്പോൾ ശത്രു നശിപ്പിക്കുമ്പോൾ ചിതറിപ്പോകാറുണ്ടായിരുന്നു ദൈവത്തെ ഇല്ലാത്തതിനാൽ. അപ്പോഴെല്ലാം അവിടുന്ന് പ്രവാചകന്മാരെ അയപ്പിച്ചിട്ട് ആ യാഗപീഠം വീണ്ടും പണിത് അവരെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഏലിയാ പ്രവാചകനെ അങ്ങനെ ഉപയോഗിക്കുന്നു, ജോഷുവയെ നീ അങ്ങനെ ഉപയോഗിക്കുന്നു കർത്താവേ. രാജാക്കന്മാർ വരുമ്പോൾ ഇവരെല്ലാം ഒന്നിച്ചുകൂടി യുദ്ധത്തിന് പോകുന്നതായിട്ടും കാണാൻ കർത്താവേ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ചിന്നിച്ചിതറിയ ജനതയല്ല, മുഴുവൻ ജനതയും രക്ഷിക്കാൻ വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് തൻ്റെ പുത്രനെ അയച്ചത്. പുതിയ നിയമമായപ്പോൾ യേശു ക്രിസ്തു യാഗപീഠവും യാഗവസ്തുവായി മാറി നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ കയറി. എൻ്റെ ന്യായം നടത്തി തരുന്ന ദൈവം, എൻ്റെ ഭാരങ്ങളെ ഏറ്റെടുക്കുന്ന ദൈവം, എൻ്റെ ശാപത്തെ മാറ്റി നിത്യജീവനെ തരുന്ന ദൈവം, പിതാവുമായിട്ടുള്ള ബന്ധം സ്ഥിരപ്പെടുത്തി തരുന്ന ദൈവം. നമ്മുടെ കുടുംബങ്ങളിലെ ഓരോ വ്യക്തികളിലും കർത്താവേ, ഇതുപോലെ അർത്ഥമുള്ള കല്ലുകളാണ് ഞങ്ങൾ. ജീവൻ്റെ കല്ലുകളോട് ചേർത്ത് വെക്കുകയാണ്. പക്ഷേ ഒരു യാഗപീഠം പണിയാൻ നിൻ്റെ കല്ലുകളോട് ഞങ്ങൾ ചേർത്ത് വെക്കും. ജീവകല്ലാകുന്ന ക്രിസ്തുവിനോട്, കോർണർ സ്റ്റോൺ ആകുന്ന, അതായത് മൂലക്കല്ലാകുന്ന ക്രിസ്തുവിനോടുകൂടി ഞങ്ങളെ തന്നെ ചേർത്ത് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, ഞങ്ങളുടെ മക്കളെ, ഭാര്യമാരെ, പിന്നെ മരുമക്കളെ, കൊച്ചുമക്കളെ, ഞങ്ങളുടെ സഹോദരന്മാരെ ഇവരെല്ലാം കൂടെ കയറ്റി വെച്ചേച്ച് കർത്താവെ തീ കത്തിക്കണമേ. ജഡം മേധസ് ഉരുകിപ്പോണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഉത്തരം തന്ന് തലമുറകളെ വീണ്ടെടുക്കാൻ വരുമ്പം ആത്മാവ് വസിക്കുന്ന ഒരു ഭവനമാക്കി ഞങ്ങളുടേതാക്കി. പരിശുദ്ധാത്മാവല്ലാതെ ഒരു ശക്തി ഞങ്ങളുടെ ഉള്ളിൽ കാണല്ലേ കർത്താവ്. വിശുദ്ധീകരിക്കുന്ന പിച്ച, ശുദ്ധീകരിച്ചുകൊണ്ട് കടന്നു വരുന്ന പിച്ചൻ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ യാഗപീഠത്തിന്മേൽ കയറ്റി കർത്താവെ ഞങ്ങളെ തന്നെയുള്ള ജഡത്തിനെ കരിച്ച്
ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ പരിപോഷിപ്പിച്ച് ജീവൻ വെപ്പിച്ച് നിൻ്റെ മക്കളായിട്ട് നിനക്ക് വേണ്ടി ജീവിക്കുന്നവരാക്കി ഞങ്ങളെയും തലമുറകളെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിടണം കർത്താവേ. അത് തലമുറകളുടെ മേൽ ചെന്ന് വീണ് പ്രവർത്തിച്ച് നീ ചെയ്യുന്ന നന്മകളെ ഞങ്ങൾ വിവരിക്കുവാനും നിൻ്റെ മുമ്പിൽ ഞങ്ങൾ നേർച്ചകൾ കഴിച്ച് സ്തോത്രയാഗത്തോട് ദൈവം ചെയ്ത നന്മകളെ വിളിച്ചു പറയാൻ നീ ഞങ്ങളെ അനുവദിക്കുന്നതിന് നിൻ്റെ രാജദണ്ഡ് ഞങ്ങൾക്ക് അനുകൂലമാക്കി നീട്ടിത്തന്ന ദിവസം ഇന്നാകിയാൽ ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന് അനേക മക്കളെ മാറിക്കിടക്കുന്ന ചിതറിക്കിടക്കുന്ന പല കാര്യങ്ങളിലും ഒരു വലിയൊരു വിടുതൽ വീണ്ടെടുപ്പുകാരൻ വന്ന് ചെയ്തു തരുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.